ഇപ്പോൾ കേട്ടുവരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത, ശബരിമലയിൽ PS പ്രശാന്ത് 2025 ചെയ്തതും കൊള്ളയാണ്. നേരത്തെ PS പ്രശാന്ത് പറഞ്ഞത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് 2025 അഷ്ടപാലക വിഗ്രഹവും ദ്വാരപാല വിഗ്രഹവും അതുപോലെ കട്ടളയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നാണ്. പക്ഷേ അതെല്ലാം നടപടിക്രമങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് കൊടുത്തതെന്നും ഉണ്ണികൃഷ്ണൻ തരികിടയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് കൊടുത്തതെന്നുമുള്ള കൃത്യമായ SITയുടെ നോട്ടീസ് PS പ്രശാന്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ PS പ്രശാന്തിനെ കേസിൽ പ്രതിയാക്കിയേക്കും. അങ്ങനെ പ്രതിയാക്കിയാൽ നിർബന്ധമായും അറസ്റ്റും ഉണ്ടാകും. പ്രതിയാക്കിയാൽ പിന്നെ അറസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ PS പ്രശാന്താണ് 14ാമതായി വരാൻ പോകുന്ന പ്രതി. ഇതിനിടയിൽ ED നല്ലൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. EDയുടെ ലിസ്റ്റിൽ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ മറ്റ് അടൂർ പ്രകാശും ആന്റണിയും അടക്കമുള്ള ഒരുപാട് ആളുകൾ EDയുടെ ലിസ്റ്റിലുണ്ട്. തിങ്കളാഴ്ച മുതൽ ED കൊച്ചി ഓഫീസിൽ ഓരോരുത്തരെയായി വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിലാദ്യം വിളിക്കുന്നത് മുരാരി ബാബുവിനെ ആയിരിക്കും. കാര്യം മുരാരി ബാബു പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും സുധീർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയായിട്ടൊരാളിനെ പിടിച്ചു കഴിഞ്ഞാൽ, അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കഴിഞ്ഞാൽ 90 ദിവസത്തിനകം പത്രം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കുറ്റപത്രം കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായി ജാമ്യം കിട്ടും. അതാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും CRPC അനുസരിച്ചും IPC അനുസരിച്ചുമുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡും പിന്നെ അനുസരിച്ചുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത്, ഒരാളെ പ്രതിയായി പിടിച്ചാൽ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ 90 ദിവസത്തിനകത്ത് കുറ്റപത്രം സമർപ്പിക്കണം. അല്ലാതെ അനിശ്ചിതകാലം ജയിലിലിട്ടേക്കാൻ പറ്റത്തില്ല. ഈ കെയർ ഓഫിലാണ് ദിലീപ് 87ാം ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മുരാരി ബാബു പുറത്തു വന്നത്. ഇവിടെ ഇതാ പിന്നെ സുധീർ പുറത്തു വന്നത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ പുറത്തു വരാൻ പോകുന്നത്. അതിനെ ആദ്യ രൂക്ഷമായിട്ടാണ് ഹൈക്കോടതി ബദറുദ്ദീനെ പോലെയുള്ള ജസ്റ്റിസുമാർ വിമർശിച്ചിരിക്കുന്നത്. എന്ത് അസംബന്ധമാണ് ഇവിടെ നടക്കുന്നത്, SIT കാണിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, രണ്ട് കൈയും വിട്ട് ഇങ്ങനെ പറയാമെന്നുള്ളല്ലാതെ യാതൊരു കാര്യവുമില്ല. പക്ഷെ എന്തായാലും പ്രശാന്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പ്രശാന്ത് പ്രതിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രശാന്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബാങ്ക് ഇടപാടുകളും കത്തിടപാടുകളും വാട്സപ്പ് ചാറ്റുകളും പിന്നെ പ്രശാന്തിന്റെ ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കൃത്യമായി SIT എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു അവിഹിതം തോന്നുന്നു, ഒരു പരവിൽ കൂടുതൽ സമ്പാദ്യം നടത്തിയതായി തോന്നുന്നു പ്രശാന്ത് എന്നുള്ളൊരു വിവരം SITക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും SIT പ്രതിയാക്കുമെന്നുള്ള വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു. പ്രതിയാക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ വലിയ തോതിൽ കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അടുത്തത് കടകംപള്ളി സുരേന്ദ്രനാണ്. അടുത്ത് വരാൻ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. അതുപോലെ തന്നെ സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ആന്റണി, അങ്ങനെ തുടങ്ങിയ നിരവധി ആളുകളെ ഇനി കക്ഷി പട്ടികയിൽ ചേർക്കുമോ സാക്ഷി പട്ടികയിൽ ചേർക്കുമോ എന്നറിയില്ല. ഇതിനിടയിൽ ജയറാമിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വീണ്ടും SIT പോയി ജയറാമിനെ സാക്ഷി പട്ടികയിൽ ചേർക്കും എന്നാണ് അറിയുന്നത്. കാരണം ജയറാം ഇതിനകത്ത് സ്വർണമൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. SIT പറയുന്ന അനുസരിച്ചാണെങ്കിൽ അതുകൊണ്ട് എന്നാൽ പോലും അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ കാണുകയില്ല, സാക്ഷി പട്ടികയിൽ കാണും. സാക്ഷി പട്ടികയിൽ കണ്ടാൽ പോലും കോടതിയിൽ കയറണം, സാക്ഷിക്കൂട്ടിൽ കയറണം, അഭിപ്രായങ്ങൾ പറയണം. എന്തായാലും ചെയ്തു കൂട്ടി വച്ചിരിക്കുന്നത് വളരെ വലിയ പിന്നെ കുരുത്തക്കേടുകളും തെമ്മാടിത്തരവുമാണ് ശബരിമല വിഷയത്തിൽ ഓരോരുത്തരും ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ ഏറ്റവും അവസാനമായത് 14ാമനായി വന്നുകൊണ്ട് ജയിലിൽ കിടക്കാൻ പോകുന്നത് PS പ്രശാന്താണ്. ഇനി 15ാമതായിട്ട് ആരാണ് വരാൻ പോകുന്നത് എന്നാണ്. 15ാമതായിട്ട് വരാൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് കേസിൽ പ്രതിയാകുമോ അതോ മറ്റുള്ളവരാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോഴും മറ്റൊരു കാര്യമുണ്ട്. ഈ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിലെ VN വാസവൻ എന്ന് പറയുന്ന മന്ത്രിയെ ചോദ്യം ചെയ്യുമോ, മന്ത്രിയുടെ മൊഴി എടുക്കുമോ? VN വാസവന്റെ ഇപ്പോഴത്തെ നിലവിലെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ദേവസ്വം മന്ത്രിയായിട്ടുള്ള സഹകരണ സഹകരണത്തിന് മന്ത്രിയായിട്ടുള്ള VN വാസവന്റെ മൊഴി എടുക്കുമോ എന്നുള്ളതും വളരെ വലിയൊരു കൗതുകമായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ച, ഇന്നിപ്പോ നാളെ ശനി ഞായറും ഒക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ആയി കഴിഞ്ഞാൽ തിങ്കളാഴ്ച ശബരിമലയെ സംബന്ധിച്ചിടത്തോളം SITയുടെ കാര്യത്തിലും EDയുടെ കാര്യത്തിലും അതിനിർണായകമായ ദിവസങ്ങളാണ്. ആഴ്ചയിൽ എല്ലാ ആളുകളെയും ഇതുമായി ബന്ധപ്പെട്ട സകല പേരെയും ചോദ്യം ചെയ്യാൻ വിളിക്കാനുള്ള ലിസ്റ്റ് തയ്യാറാക്കി നിരനിരയായി ചോദ്യം ചെയ്യാനാണ് ED തയ്യാറെടുക്കുന്നത്.
അതോടൊപ്പം പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ വലിയ തോതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എവിടെയാണ് ഇതിന്റെ തൊണ്ടി മുതൽ കൊണ്ടുപോയത്? ശബരിമലയുടെ കേസിൽ പിടിക്കപ്പെട്ട തൊണ്ടി മുതൽ അത് പീസ് പീസാക്കി മാറ്റിയോ? എവിടെയാണ് കൊണ്ടുപോയത്? വേറൊരു വിഷയം നിൽക്കുന്നത് SIT ISROയെ ഏൽപ്പിച്ചിട്ട് ഒരു പരീക്ഷണം നടത്തിച്ചു, ഒരു ടെസ്റ്റ് നടത്തിച്ചു, ലാബ് ടെസ്റ്റ് പോലെ. അതായത് അവിടെ ഇരുന്ന കട്ടളപ്പടിയുടെ ബാക്കിയുണ്ടായിരുന്ന ഭാഗത്തിന്റെ ചെമ്പിന്റെയും ഇരുമ്പിന്റെയും കാലപ്പഴക്കവും ഇളക്കിക്കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവന്നതിന്റെ കാലപ്പഴക്കവും ഒക്കെ നോക്കിയപ്പോൾ അതിലും വലിയ വ്യത്യാസം തോന്നുന്നു. അങ്ങനെ ISROയിലെ സയന്റിസ്റ്റുമാരുമായി വീണ്ടും ഒരു റൗണ്ട് കൂടി ഇരിക്കാനും സയന്റിസ്റ്റുമാരെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്ത റിപ്പോർട്ട് തന്നെ വിശദമായി കൂടുതൽ എക്സ്പേർട്ടുകളെ പിടിച്ചുകൊണ്ടുള്ള പുതിയ റിപ്പോർട്ടിലേക്ക് പോകാനുമുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു നെവർ എൻഡിങ്, തീരാത്ത നോവൽ പോലെ, ഒരു തീരാത്ത കഥ പോലെ പോവുകയാണ് ശബരിമല. അതിനിടയിലാണ് കോടതിയുടെ ചില നിഗമനങ്ങൾ വരുന്നത്. ആ നിഗമനങ്ങളുടെ ഭാഗമായി ഇത് CBIക്ക് വിടാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. കാരണം 5 സ്റ്റേറ്റുകൾ, കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, പിന്നെ കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ 5 സ്റ്റേറ്റുകൾ, വിവിധ രാജ്യങ്ങൾ ഒക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കൃത്യമായി ഇത് പുറത്തേക്ക് പോകാനാണ് ഇതിന്റെ കേസ്. CBI അടക്കം ഇന്റർപോൾ അടക്കം വരാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ 14ാമനായി നിൽക്കുന്ന PS പ്രശാന്തിന്റെ അറസ്റ്റ് എന്തൊക്കെയാണ് അടുത്ത മാനങ്ങൾ കൊണ്ടുവരുന്നത്, ഏതെല്ലാം കണക്ടിവിറ്റിയിലേക്കാണ്, ഏതിൻ്റെല്ലാം ത്രെഡിലേക്കാണ് PS പ്രശാന്തിന്റെ അറസ്റ്റ് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ നമ്മുടെ മാധ്യമലോകവും പൊതുസമൂഹവും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും PS പ്രശാന്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പ്രസ്താവന എന്ന് പറയുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ഞാനൊരു പാവമാണ്, ഞാൻ ഇതിനകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിൽ PS പ്രശാന്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് SITക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ തെളിവുകളും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മാത്രമല്ല, ഈ വിഷയം വളരെ നേരത്തെ ഞങ്ങൾ സുഭാഷിതം ചാനൽ വഴി പുറത്തുവിട്ടിരുന്നു. PS പ്രശാന്ത് റഡാറിലാണ്, ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് പ്രശാന്ത് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ 2025 കഥയും പൂർത്തിയാവും. അങ്ങനെ 1999 മുതൽ പിന്നെ 2000, 25, 26, 27 വർഷം ശബരിമലയിൽ നടന്ന കൊള്ള, അത് ദ്വാരപാലക വിഗ്രഹം, കട്ടളപ്പടി, വാതിൽപ്പടി, അഷ്ടദിക്പാലകന്മാരുടെ വിഗ്രഹങ്ങൾ, വാജീവാഹനം തുടങ്ങി സകല കാര്യത്തിലുമുള്ള വലിയ കൊള്ളയാണ്, പകൽ കൊള്ളയാണ് അതിൻ്റെ ചുരുളഴിയുന്നത്. പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് പോയി CPMലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാരുടെ ഒരു പ്രാക്ക് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പ്രശാന്തിനെ കാത്ത് അടുത്ത ജയിൽ റെഡിയായിരിക്കുകയാണ്.